ഹായ് നമസ്കാരം, എല്ലാവർക്കും മൈനാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ 10 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചേമ്പിൻതാള് കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അധികം മൂക്കാത്ത 3 തണ്ട് താളാണ് എടുത്തിട്ടുള്ളത്. അതിനെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവാനായിട്ട് വെക്കാം. അധികം മൂക്കാത്ത താളെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു പകുതി എടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരു 1-1.5 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആ താളിൻ്റെയൊക്കെ ഒപ്പത്തിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലായിട്ടൊന്നും വെള്ളം ഒഴിക്കേണ്ട. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തൊന്ന് വേവാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറേ സമയം എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെയാവും. ഇത് മൊത്തം ഒന്ന് തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് വേവുമ്പോൾ തന്നെ നമ്മുടെ താളൊക്കെ നല്ല രീതിയിൽ വെന്ത് വരും. ഈ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതി ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ അത്രയും താല്പര്യം ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം പുളിയും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെയൊക്കെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു നാരൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ താള് നോക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ താളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും വറ്റിപ്പോയിട്ടില്ല കേട്ടോ. നമുക്ക് ഇച്ചിരി ഗ്രേവി വേണമല്ലോ, കറി ഒഴിച്ച് കഴിക്കാൻ വേണ്ടി. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം കറി വേണം അതനുസരിച്ചിട്ട് ആ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തിളയ്ക്കാനായിട്ട് പാടില്ല. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരല്പം ഉപ്പത്തിൻ്റെ കുറവുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇളക്കിയാണ് മൊത്തത്തിൽ ചൂടാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഒരു ചെറിയ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1-2 തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത്രയും മതി. നമ്മുടെ താളിപ്പൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇതുടനെ തന്നെ കറിയിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം. താളിപ്പ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാറില്ല. കുറച്ച് സമയം നമ്മൾ അടച്ച് വെച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ കറിയിൽ ഇറങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഒന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലതായിട്ട്. അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു ഗ്രേവിയുള്ള കറിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.